ചേട്ടാ വാ ചേട്ടാ പോവാ. ഞാൻ കൂട്ടിക്കോളാം. ഞാൻ ഹോസ്പിറ്റലിലെത്തി ഗൈസ്. വാട്ടർ ബ്രേക്ക് പോലെ എന്തോ തോന്നിയിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. ഇപ്പോൾ സമയം 6:59 രാവിലെ. എനിക്കൊരു 6 മണിയൊക്കെ ആയപ്പോൾ എനിക്കങ്ങനെ ഫീൽ ചെയ്ത്. കിച്ചു ചേട്ടൻ നോക്കിയപ്പോൾ അങ്ങനെ ഉണ്ട്. ഇപ്പോൾ ഡോക്ടറിനെ വിളിച്ചപ്പോൾ വരാൻ പറഞ്ഞു. എനിക്ക് ചെറുതായിട്ടൊരു വേദന പോലെ തോന്നുന്നുണ്ട് ഇപ്പോൾ, പക്ഷേ ഇറ്റ്സ് ഓക്കെ. എനിക്ക് ഒരു കൺസേൺ മാത്രമേ ഉള്ളൂ. ഞാൻ ബുക്ക് ചെയ്തത് LDRP 23-ാം തീയതിയാണ്. 19-ാം തീയതി 20-ാം തീയതി എന്തായിട്ടുള്ളൂ. ഞാൻ പാസഞ്ചറിലെത്തി. അപ്പം ഇനി എന്നെ നിങ്ങളെങ്ങനെ കാണണമെന്ന് അറിയില്ല. ചിലപ്പോൾ ഞാൻ ഇനി പറഞ്ഞായിരിക്കും കാണുന്നത്. അല്ല ചാകുന്നല്ല, കരിയോ എങ്ങനെ കാണണമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ മീ. വിഷ് മീ ലക്ക്. കിച്ചു ചേട്ടനാണ് ടെൻഷനിൽ. എന്തിനാ നിങ്ങൾ ഇത്ര ടെൻഷൻ അടിക്കണത്? ഞാനോ ചേട്ടൻ വെറുതെ തലങ്ങും വിലങ്ങും ടെൻഷൻ അടിച്ച് ഓടും എന്ത് കാര്യത്തിന്. ഏതായാലും നമ്മൾ പ്രസവിക്കണം. അപ്പോൾ എൻ്റെ പ്രസവം എങ്ങനെയുണ്ടെന്ന് നമുക്ക് കാണാം. പ്രസവിക്കില്ലെന്നൊന്നും അറിയില്ല, നമുക്ക് നോക്കാം. ഐ എം ഓൾസോ വെയിറ്റിംഗ്. ബൈ ബൈ. നൈറ്റിക്ക് ഇട്ട് വരേണ്ട അവസ്ഥ. ഞാൻ എന്തൊക്കെ വിചാരിച്ചു. ഞാൻ 3 ഇഡ്ഡലി കഴിച്ച്. അവിടെ കിട്ടണ്ടേ ഛർദിക്കാൻ വന്നിട്ട്. ഡോക്ടർ കൈ വെച്ച് പരിശോധിച്ച് 1.5 സെന്റിമീറ്റർ ഒക്കെ ആയിട്ടുള്ളൂ. കുഴപ്പമില്ല, പക്ഷെ കോൺട്രാക്ഷൻസ് ഉണ്ട്, അതുകൊണ്ട് വീട്ടിൽ വിടാൻ പറ്റില്ല. ഡോക്ടറിൻ്റെ 2 പ്രാവശ്യം സംസാരിച്ചിരുന്നു. ഡോക്ടർ പറഞ്ഞ് ഇപ്പം ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, നോർമൽ ആവില്ല. ഇപ്പം ചെയ്താൽ നമുക്ക് ഉച്ചവരെ നോക്കാം, എങ്ങനെയാണ് പൊസിഷൻ നോക്കിയിട്ട് ഇൻഡ്യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ റൂമിന് പറഞ്ഞിട്ടുണ്ട്, വൈകിട്ടാവും റൂമാകുമ്പോൾ അതൊരു റിക്കവറി റൂമിൽ അല്ലെങ്കിൽ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒന്നില്ലെങ്കിൽ ഒരു പ്രസവിക്കാൻ ഇത്രയും ആഗ്രഹമുള്ള ഒരാൾ ആദ്യമായിട്ടുണ്ട്. എനിക്ക് മതിയായിട്ടാണ്. എനിക്ക് ഒന്നില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ പോകണം, അല്ലെങ്കിൽ എനിക്ക് പ്രസവിക്കണം. മടുത്ത് ഇന്നലെ ഇവിടുന്ന് പോയല്ലോ ഉള്ളൂ. പിന്നെ ഈ കുട്ടിക്കുപ്പായിട്ട് എനിക്ക് മതിയായി. വീണ്ടും വന്നേക്കണം. ഒരു പണിക്ക് വിട്ട പണി ചെയ്തിട്ട് വേണം വരാനായിട്ട്, പണി ചെയ്തിട്ട് വേണം വരാൻ. All set and prepared, ready to go. കുറച്ച് ദിവസം കൂടെ ഉള്ളു ഇനി. വയറല്ലേ, അത് കഴിഞ്ഞാൽ വയറിൻ്റെ കയ്യിൽ വരും. ചെറിയ അത്ര ആയിട്ടുള്ളൂ. നല്ല വേദന വരാൻ
ഞാൻ കിടക്കുന്നു. ഐ നോ എവറിത്തിങ്. क्या हुआ? ഡോക്ടറിനെ മാന്തി പൊട്ടിക്കൂടെ? ഡോക്ടർ എന്നോട് പറഞ്ഞു വേണമെങ്കിൽ കൈ പിടിച്ചോളാം. ഞാൻ പിന്നെ വേണ്ട, ഞാൻ ഒരു മതി പൊട്ടിച്ചു. क्या हुआ? मैं हुआ. ഡേ 2 എത്തിയിരിക്കുന്നു. ഡേ 2 രണ്ടാമത്തെ ദിവസം വേദന വന്നും പോയിക്കൊണ്ടിരിപ്പുണ്ട്. ചെറുതായിട്ട് സഹിക്കാൻ പറ്റുന്ന വേദനയ്ക്കുള്ളൂ ഇപ്പം. സൺഡേ ആണ്, 21-ാം തീയതിയായി. 20-ാം തീയതി അല്ലേ നമ്മൾ വന്നത് ഇവിടെ. 18-ാം തീയതി ഇവിടുന്ന് പോയുള്ളൂ, അത് വേറെ കാര്യം. അപ്പം വേദന കൂടാൻ ഇവരെല്ലാരും കാത്തിരിക്കുന്നുണ്ട്. അതെ, വേദന വരാൻ കാത്തിരിക്കുന്നു. ഞാനും അതെ, വേദന വരാനല്ല, അവനെ കാണാൻ. വരട്ടെ കാത്തിരിക്കുന്നതാണ്. ബോയാണോ ഗേളാണോ എന്ന് ആലോചിച്ച്. ആരായാലും സന്തോഷം അല്ലേ ചേട്ടാ? നോക്കാം. പള്ളിയിൽ പോയി കൊടുത്തിട്ട് എന്താണിത്? ഫ്രൈഡ് റൈസ്, ഏഷ്യൻ ഫുഡ്. ഇതാണ് ശരിക്കും പേഷ്യൻ ഫുഡ്. എനിക്ക് എന്നും കൂടെ ഇത് കിട്ടുള്ളൂ തോന്നണം ചേട്ടാ. നാളെ ലേബർ റൂമിൽ പോയാൽ പിന്നെ അവിടുത്തെ ഫുഡ് മാത്രമേ കഴിക്കാൻ പറ്റൂ. പിന്നെ ബാത്റൂമിൽ പോണ കാര്യം കഴിക്കാൻ തോന്നല്ലേ കേട്ടാ. പെയിനുണ്ട് ഗൈസ്, എന്നെ ഇപ്പൊ തന്നെ സിറ്റിക്ക് കൊണ്ടുപോകും. പക്ഷെ അവിടെ ചെല്ലുമ്പോ അവര് പറയാം എനിക്ക് കൺട്രാക്ഷൻ കുറവാണ്. പക്ഷെ എനിക്കുണ്ട്, ചെറുതാ ഉണ്ട്, പക്ഷെ എനിക്ക് സഹിക്കാം. ഐ തിങ്ക് ഐ എം ബ്രേവ്. എന്നിട്ട് വീഡിയോയിലൂടെ എന്ന് പറയണം. 10 മണിയായപ്പോൾ എന്നെ സി ടി ജി എടുക്കാൻ വേണ്ടി ലേബർ റൂമിൽ കൊണ്ടുപോയതാണ്. അപ്പോഴാണ് ബേബിയുടെ മൂവ്മെൻറ്റ്സ് കുറവാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് മെഡിസിൻ തരാമെന്ന് പറഞ്ഞു. എനിക്ക് ഫസ്റ്റ് ഡോസ് ഒരു 2 ടാബ്ലറ്റ് തന്നു. ടാബ്ലറ്റൊക്കെ തന്ന് അവർ ഫോളിസൊക്കെ ഇൻസേർട്ട് ചെയ്ത് എല്ലാം കഴിഞ്ഞ് 5/26 നോർമൽ ഡെലിവറി ആയിരുന്നു. അങ്ങനെ അവനെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഫോട്ടോയാണ് കേട്ടോ ഇത്. എൻ്റെ അടുത്തുനിന്ന് നേരെ എടുത്ത് കൊണ്ടുവന്ന് എൻ്റെ കൊണ്ട് കാണിച്ചതാണ് അവനെ. ഇത് ഭയങ്കര ഒരു പ്രൈസ്ലെസ് ആയിട്ടുള്ള മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. കിച്ചു ചേട്ടൻ്റെ അകത്ത് കയറാൻ പറ്റിയില്ല. സൂപ്പർ ഫാസ്റ്റ് ഡെലിവറി ആയിരുന്നു. ആരും പ്രതീക്ഷിച്ചില്ല. വളരെ പെട്ടെന്നുള്ള ഡെലിവറി ആയിരുന്നു. അപ്പോൾ ചേച്ചി വേറെ ആരും ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ ഒപ്പം. ചേട്ടനും ഞാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ചേച്ചീനെയും പപ്പേനെയും അമ്മേനെയൊക്കെ വിളിച്ച് കാണിക്കുന്നതാണിത്. എല്ലാവരും അവരാരും ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇതിൻ്റെ ഒരു വലിയൊരു സ്റ്റോറി തന്നെ ഉണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് കണ്ടിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞ് ഓടി വന്നിട്ട് അവരെല്ലാവരും. ഞാൻ നേരത്തെ 10 മണിയായപ്പോൾ എനിക്ക് പെയിന് തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ പറയുന്നുണ്ടായിരുന്നു LDRPക്ക് വേണ്ടിയിട്ട്, അതായത് ചേട്ടനെ കയറ്റുന്ന ലേബർ റൂം. അപ്പോൾ ആ സമയത്ത് ഒഴിവുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് കയറ്റാൻ പറ്റാഞ്ഞത്. 6 മണിയായപ്പോഴേക്കും കയറ്റാമെന്നാണ് പറഞ്ഞത്. പക്ഷെ 5/26 നമ്മുടെ
ലൈജ പുറത്തേക്ക് വന്നു. അങ്ങനെ കിച്ചുചേട്ടൻ എല്ലാവരെയും വിളിച്ച് കാണിക്കുകയാണ് കേട്ടോ. പക്ഷേ പ്രിൻസേട്ടന് സെർച്ച് പിന്നെ കിച്ചുചേട്ടൻ്റെ ചേട്ടനൊന്നും ഫോൺ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇതൊക്കെ ഒരു പ്രൈസ്ലെസ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ട് അവനെ കാണുന്നത്. എനിക്ക് ചേട്ടനെ കൊണ്ട് കാണിക്കാനായിരുന്നു കൂടുതലും ധൃതി. ഞാൻ അവനെടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏട്ടനെ കാണിക്കും. ഇത് ഞാനും കിച്ചു ചേട്ടനും ആദ്യമായിട്ട് 3 പേര് ഞങ്ങളുടെ ഫാമിലി ആയിട്ട് കാണുന്നതാണ് കേട്ടോ. കണ്ട കണ്ട കണ്ടടി ആരാണ് പെട്ടെന്നായിരുന്നു. ഞാൻ ഒച്ചയായിട്ട് ഓർത്ത് എന്നോട് വന്നപ്പോ ആദ്യം ഒച്ചയായിട്ടപ്പോ ആരാണെന്ന് ഓർത്ത്. പിന്നെ അതിന് അവസാനം 2 അമ്മയെ ഓന്നൊക്കെ എന്തൊക്കെയോ പറഞ്ഞു. എങ്ങോട്ടാ? ഇനിയിപ്പോ അങ്ങോട്ട് തന്നെ വിടും. ഓക്കെയാണ്. പേടിയൊക്കെ മാറിയാ എപ്പിട്ടൊക്കെ കിട്ടി. ഒന്നും കിട്ടി. വളരെ പെട്ടെന്നായി കാണാൻ പറ്റും. കണ്ടിയാലേഷൻ എന്തോരുണ്ട് വെയിറ്റ് ഇതൊക്കെ പുറത്ത് വെക്കാനില്ല നമുക്ക്. അതൊക്കെ ഇങ്ങനെ പുറത്തു വെക്കണത്. ബാഗും കൂടെ തന്നു. ബാഗും കൂടെ തന്നു. കൊച്ചിന്റെ കണ്ടോർമ്മ ചേട്ടത് ചിരിക്കുക. അത് ചിരിക്കണേ കുഞ്ഞാര് ചക്കര മുത്താണ്. കുഞ്ഞാരെ വിട്ടാ ചക്കര പൊന്നാട്ടാ. ഓക്കെ കൊച്ചു സമ്മതിച്ച്. കുഞ്ഞാരെ കുഞ്ഞിക്കിച്ചോളാം. നെറ്റിക്കൊരു കൊതു മേടിച്ചു. കണ്ട് നല്ലോണം നടക്കണേന്ന് പപ്പ പറഞ്ഞു. പപ്പനെ പോലെ സാനിറ്റൈസർ കയ്യിലിടും അല്ലേ? എന്താ നോക്കണത്? എന്താ ശ്രദ്ധിക്കാൻ അമ്മത്തേക്ക് പോവാം. അംഗം കഴിഞ്ഞ് യാത്രയാകും. കഴിഞ്ഞ് പോയി.
നീ പുറത്ത് കേക്കിനെന്താണ് കേക്ക് എന്താണ് തൽക്കാലത്തേക്ക് കുറച്ച് വർഷങ്ങളത്തേക്ക് ഒരിടവേള ബൈ ബൈ ടു മൈ എന്താണ് NSഉം RLഉം സൊല്യൂഷനും എല്ലാം ഞാനിനി ഇത് കളയുകയാണ് ഗൈസ്. എൻ്റെ പ്രസവം കഴിഞ്ഞ് എൻ്റെ കൊച്ചിതായി കിടക്കണം. ഭയങ്കര സന്തോഷം. കുറേ കരയണത് എന്ത് പറ്റി? എന്താണ്? വേദന ഉണ്ടോ? ഇല്ല, വേദനയുണ്ട് കുറച്ചൊക്കെ. അപ്പോൾ കഴിഞ്ഞതേ ബാബ ഇവിടെ കിടപ്പുണ്ട്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നു. അപ്പോൾ വിചാരിച്ച പോലെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാം പറഞ്ഞുകൊണ്ട് എനിക്കൊരു വീഡിയോ ഇടണം എന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇടും. അപ്പോൾ ബാബയുടെ പേരും ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. വരും, എല്ലാം വരും. അപ്പോൾ താങ്ക് യു.